അങ്ങ് ഇപ്പൊ ഈ കുരുമുളക് പടർത്തിക്കുന്ന പയ്യാനി എത്രത്തോളം ഉയരത്തിൽ നമ്മൾ മുറിക്കേണ്ടി വരും? 20 അടി മുറിക്കണം. മുറിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് തളിർത്ത് ഇങ്ങനെ വന്നോളും. ഇത് നമുക്ക് വെട്ടിയിടാം. ഇപ്പൊ ഒരു ഇത് പോയി താങ്കാലായിട്ട് ഇത് വേറെ വെട്ടിയിടാം. ഓ ശരി. അതായത് ഈ മരം തന്നെ വെട്ടി നടാം. ഒരെണ്ണം ഉണങ്ങി ഇതിപ്പം ഏതെങ്കിലും ഒരു പയ്യാനി ഫ്രീ ആയിട്ട് വന്നു വേറെടുത്ത് ഒരു കാലിലെങ്കിൽ അതങ്ങ് വെട്ടിയിടാം. വേര് പിടിച്ചോളൂ. ഒന്നും ചെയ്യണ്ട. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി ജില്ലയിലെ രാജമുടിയിലാണ്. നോബൽ സാറിന്റെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഈ താങ്ങുമരത്തെ കുറിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വ്യത്യസ്തങ്ങളായ താങ്ങുമരങ്ങൾ പലതും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. കുരുമുളകിന് ഏത് താങ്ങുമരം ഇപ്പൊ നമ്മൾ കാണുന്നത്? ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന പയ്യാനിയാണ്. പയ്യാനി ഇതുണ്ടോ, ഇതിന്റെ ഒരു പൊക്കം കണ്ടോ? ഇത് 2 വർഷം ഈ ജൂലൈയിൽ വരുമ്പോൾ ഓഗസ്റ്റിൽ വരുമ്പോഴേ ഇത് 2 വർഷം പൂർത്തീകരിക്കുക. അപ്പൊ 2ാം വർഷം തന്നെ നമുക്ക് ഇത്രത്തോളം ഉയരത്തിലെത്താൻ കഴിയുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് വരുന്നില്ല, അതിനുള്ള വളപ്രയോഗം ഒന്നും നടത്തിയിട്ടില്ല പയ്യാനി ആയതുകൊണ്ട്. പക്ഷെ മറ്റൊരു ഗുണം എന്താണ് ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമുക്ക് ഏറ്റവും വലിയ അപകരിക്കുന്ന പ്രശ്നം മുരിക്ക് വെട്ടാൻ ആളില്ല. 2 മുരിക്കിന് ഭയങ്കര കേടാ. കാരണം പുഴുവ് മറ്റ് അസുഖങ്ങളുണ്ട്. ഇത് തളത്തിങ്ങ് വരുന്ന പുഴു തിന്നു കുത്തി അതിന്റെ വെള്ളം കുടിച്ച് അത് ഉണങ്ങിപ്പോകുന്നു. പയ്യാനി ആണെങ്കിൽ നമ്മുടെ മേത്ത് മുരിക്ക് ഇത് കൊള്ളില്ല. ഇത് ചാരി പറിക്കാൻ എളുപ്പമുണ്ട്. പണിയാണ്. ഇത് തന്നെത്താൻ ഇത് വലിയ കെട്ടൊന്നും വേണ്ട. ആദ്യത്തെ 1-2 വർഷം കെട്ടി കൊടുത്താൽ പിന്നെ ഇതിനകത്ത് തന്നെ പടർന്ന് കയറിക്കോളും. ഇപ്പൊ നമ്മള് 2ാം വർഷം പയ്യാനി മരമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ മറ്റെന്താ നമ്മള് പ്ലാവ് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഷെയ്ഡിന് പ്ലാവ് വെച്ചിട്ടുണ്ട്. അപ്പൊ ചില പയ്യാനിയോട് ചേർന്ന് പ്ലാവും കാണുന്നുണ്ട്. ആ പ്ലാവ് കാണുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കും. പയ്യാനിയാണ് കരുത്തെങ്കിൽ പയ്യാനി നിർത്തും, പ്ലാവാ കരുത്തെങ്കിൽ പ്ലാവ് നിർത്തി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് മുഴുവൻ മുരിക്കല്ലായിരുന്നു. ഇപ്പൊ മുരിക്ക അവിടെ ഇവിടെ ഓരോ മുരിക്കല്ലേ കാണാൻ. മുരിക്ക് പോരാ. മുരിക്കാൻ പറ്റി കളഞ്ഞിട്ട് ഇത്തേലോട്ട് പകർത്തി. ഓ ശരി. അപ്പൊ ആദ്യം നമ്മൾ മുരിക്കലാണ് കുരുമുളക് പടർന്നതെങ്കിൽ നമ്മൾ പയ്യാനി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യാനിയിലേക്ക് കുരുമുളക് പകർത്താനായിട്ട് പറ്റും. ഇപ്പൊ അങ്ങനെ പകർത്തിയിരിക്കുന്ന എവിടെയൊക്കെ ഇതുണ്ടോ, ഇതൊക്കെ കണ്ടോ? ഇതിപ്പോ മുരിക്കുണ്ട്, ഇതുമുണ്ട്. ഇനി ഇത് വലുതായി കഴിയുമ്പോൾ പയ്യാനി വലുതായി കഴിയുമ്പോൾ പയ്യാനിയിലേക്ക് നമ്മൾ കെട്ടിക്കൊടുക്കും. അത് ശരി. ഇത് ഏതിനം കുരുമുളക? ഇത് കൂമ്പുങ്കൽ കുരുമുളക്. ഇതിനകത്ത് കുറെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ബാക്കി കരിമുണ്ടയും കൂമ്പുങ്കലുമാണ്. ശരി. ഇത് ഇപ്പൊ പയ്യാനി തന്നെ എന്തോരം ഏരിയയിലുണ്ട്? ഇവിടെ പയ്യാനി തന്നെ എനിക്ക് ഒരു 1500ഓളം പയ്യാനി വെച്ചിട്ടുണ്ട്. എത്ര അകലത്തിലാണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യേണ്ടത്? കുരുമുളക് എപ്പോഴും 8 അടി അകലത്തിൽ വേണം കൃഷി ചെയ്യാൻ. കുരുമുളക് ഇപ്പൊ 2 വർഷമേ ആയിട്ടുള്ളൂ അല്ലേ? 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ ആദ്യം അങ്ങ് കുരുമുളക് നട്ടപ്പോൾ എന്തായിരുന്നു താങ്ങുമരം കൊടുത്തത്? അന്ന് ഞാൻ മുരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ മന്നാത്തറ എൻ്റെ ഒരു സുഹൃത്ത് തെക്കേക്കുറ്റിലെ അദ്ദേഹം കൃഷി ചെയ്യുന്ന കണ്ട് ഞാൻ അദ്ദേഹത്തോടാണ് പയ്യാനി വാങ്ങിച്ചിട്ട് ഇത് പരീക്ഷണം നടത്തി. ഇത് മെച്ചമാണെന്ന് തോന്നി. ഇതിപ്പോ 100 കണക്കിന് ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ നഴ്സറിക്കാരോട് ഇത് പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞുണ്ട്. അവരെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. അവർക്ക് തികയുന്നില്ല. കാരണം ഇപ്പൊ ആൾക്കാർക്ക് ലാഭകരമായത്. തൈക്ക് എന്ത് വില വരുന്നുണ്ട്? തൈക്ക് അന്ന് കൊടുത്തത് 30 രൂപയോളം വില വരുന്നുണ്ട് തൈക്ക്. അപ്പൊ പയ്യാനി കുഴപ്പമില്ലാത്ത നമുക്ക് അത് വെട്ടാനും കെട്ടാനും ഒക്കെ ആളെ കിട്ടും. അപ്പൊ അങ്ങ് ഇപ്പൊ ഈ കുരുമുളക് പടർത്തിക്കുന്ന പയ്യാനി എത്രത്തോളം ഉയരത്തിൽ നമ്മൾ മുറിക്കേണ്ടി വരും? 20 അടി മുറിക്കണം. മുറിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് തളിർത്ത് ഇങ്ങനെ വന്നോളും. ഇത് നമുക്ക് വെട്ടിയിടാം. ഇപ്പൊ ഒരു ഇത് പോയി താങ്കാലായിട്ട് ഇത് വേറെ വെട്ടിയിടാം. ഓ ശരി. അതായത് ഈ മരം തന്നെ വെട്ടി നടാം. ഒരെണ്ണം ഉണങ്ങി ഇതിപ്പം ഏതെങ്കിലും ഒരു പയ്യാനി ഫ്രീ ആയിട്ട് വന്നു വേറെടുത്ത് ഒരു കാലിലെങ്കിൽ അതങ്ങ് വെട്ടിയിടാം. വേര് പിടിച്ചോളൂ. ഒന്നും ചെയ്യണ്ട. അപ്പൊ തൈ വേണമെന്നില്ല. ഇതിന്റെ കാല് കിട്ടാണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടോ ഇത് ചെയ്തോളൂ. ഓ ശരി. അപ്പൊ അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട്. അപ്പൊ ഇനി നല്ല സ്ട്രോങ് ആണ്. ഇതിനകത്ത് കണ്ടോ, ഇത് മുരിക്കും. മറ്റേ നമ്മളാ മുരിക്കൽ കേട്ടില്ല ആൾക്കാര്. അതേ മുരിക്കലൊക്കെ ഈ ഏണി കയറ് കൊണ്ട് കെട്ടി നിർത്തിയിട്ട് വേണം കെട്ടി നിർത്തണം. അങ്ങനെ മറ്റൊരു കൃഷിയിടത്തിലെ മുരിക്ക് താങ്ങുപരമായ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ നിറച്ച് വള്ളികൾ ഇങ്ങനെ പാകി കെട്ടിയിരിക്കുന്നതാണ്. കാരണം ബലമില്ല. ഇതങ്ങനെയല്ല. ഇതുണ്ട്, ഇതിന്റെ ഒരു ബലം ഭയങ്കര ഉണ്ടോ. ശരി. അപ്പൊ 2ാം വർഷം തന്നെ ഇത്രത്തോളം ഉയരത്തിൽ വളരുമെന്നുള്ളതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതൊരു കാട്ടുവൃക്ഷമാണല്ലോ ഇത്. പലകപ്പയ്യാനി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ. അപ്പൊ ഈ പയ്യാനിയിൽ പടർത്തിയ കുരുമുളകിന്റെ വിളവെടുപ്പ് എന്ന് തൊട്ട് നടന്നു? ഇപ്പൊ 2 വർഷമായി. 2 വർഷം അവിടെ ഇവിടെ കുറച്ച് കായ ഒരു 10 കിലോ 15 കിലോ കുരുമുളകിനുള്ളത് കിട്ടിയുള്ളൂ. 15 അല്ല 10-25 കിലോ കിട്ടിയിട്ടുണ്ട്. അതേ ഉള്ളൂ. അടുത്ത വർഷം ഇത് ഇപ്പം
ഇപ്പൊ എല്ലാം ഇത് വാടി നിൽക്കുക, ഇത് നനയ്ക്കുന്നൊന്നുമില്ല നമ്മൾ. അപ്പൊ ഇത് വാടി കഴിഞ്ഞ് പുതുമഴ വരുമ്പോഴത്തേക്കും നമ്മൾ വളവ് ഇട്ട് കൊടുത്ത് ഇവൻ തളുത്ത് കഴിയുമ്പോഴത്തേക്കും തിരി വന്ന് അടുത്ത പ്രാവശ്യം മാന്യമായി. ഇപ്പൊ ഈ കൊടി ഇനി ഇരട്ടി ആയിരിക്കും അടുത്ത മഴ കഴിയുമ്പോഴത്തേക്കും. 2 മാസം കഴിയുമ്പോൾ കൊടി ഇരട്ടി വളരും അല്ലേ? ഒരു പുതുമഴ കിട്ടും, വളം കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ പുതുവേര് പൊട്ടും. ഈ കൊടി വളരാൻ തുടങ്ങുന്നത് ഇപ്പൊ ഇവനെ കണ്ടോ, ഞങ്ങളിത് ചൂടേക്കാതെ 2ാം വർഷം മുഴുവൻ ഞങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി. മുഴുവൻ എണ്ണത്തിന് ചൂടേക്കാതിരിക്കാൻ വേണ്ടി വെയിൽ കൂടിയല്ലോ, ഒരെണ്ണം പോലും പൊതിയാത്ത ചോട്ടിലിട്ടേക്കുന്ന ചീര് അത് ചുമ്മാ കൊണ്ടുവന്നിട്ടിരിക്കുന്ന വേസ്റ്റ് കാണാൻ പറ്റും. ബാക്കി നമ്മള് കരിയിലയും കൂട്ടി ചെത്തിക്കൂട്ടി പിന്നെ ഇതിന് മുഴുവൻ ഇത് വേണ്ടി ഇത് വേണ്ടി ഞങ്ങള് മരത്തിന്റെ ഈ മറ്റ് ചെടികളിലെ ഇപ്പൊ പ്ലാവിന്റെയും മഹാഗണിയുടെയും ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങള് മുറിച്ച് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. 2ാം വർഷത്തിലും കുരുമുളകിന്റെ ചോട് നമ്മൾ സംരക്ഷിക്കണം. ചൂടടിക്കണം. അടുത്ത വർഷം വേണ്ട. അപ്പൊ 3ാം വർഷം വരെ നമ്മൾ ശ്രദ്ധിക്കണം. 3ാം വർഷം വരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ചൂട് കൂടിയിട്ടുണ്ടോ, ഇതിപ്പോ എന്നാ വെയിൽ വന്നാലും ഇതിന്റെ തണ്ടയിലും ചൂടിലും വെയിലടിക്കില്ല. മനസ്സിലായി? വെയിലിനൊന്നും ഒരു കേടും വരികയില്ല. പിന്നെ ഇത് ഇങ്ങനെ വാടി നിൽക്കണം, എന്നാലേ ഇവൻ കരുത്തായിട്ട് കയറി വരും. മാത്രമല്ല തുറസായ സ്ഥലമാണ് അല്ലേ? മറ്റു മരങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. കുരുമുളകിനിട്ട താങ്ങുമരങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ പയ്യാനിയൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഇതിന്റെ ഇത് കണ്ടിക്ക് വട്ടം മുറിക്കുന്നു. അതിന്റെ പൊക്കം കണ്ടോ? അതെ. അപ്പൊ എന്തായാലും കുരുമുളകിന് അപ്പൊ അങ്ങ് ഇത്രയും വർഷം എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞങ്ങൾക്ക് പണ്ട് തൊട്ട് എഡിറ്റർ ആയിട്ട് ഇങ്ങനെ പോരുന്നത്. അപ്പോ പല വൃക്ഷങ്ങള് താങ്ങുമരമായിട്ട് കുരുമുളകിന് പരീക്ഷിച്ചാൽ ഇപ്പൊ പയ്യാനിയാണ് ഭേദപ്പെട്ട ഒന്ന് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. പയ്യാനിയും പ്ലാവും രണ്ടും നല്ലതാണ്. അപ്പൊ ഈ പ്ലാവ് ഉണ്ട്, അപ്പൊ ഈ പയ്യാനി ഞാൻ മുറിച്ചെടുക്കും. അപ്പൊ ഈ പ്ലാവ് ഞാൻ അവിടെ നിർത്തും. ശരി. ഈ പയ്യാനി വേണമെങ്കിൽ മറ്റൊരു താങ്ങ് ആയിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാം. അപ്പൊ നല്ല താങ്ങ് പയ്യാനി, പ്ലാവ്, ആ പ്ലാവ് അതൊക്കെ ഞാൻ അങ്ങനെ മുറിച്ചെടുക്കും. അത് ശരി. അപ്പൊ പയ്യാനിയും പ്ലാവുമാണ് നല്ല താങ്ങുമരം. ജാതിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്ലാവ് വെച്ചിരിക്കുന്നത്. ശരി. ഇടവിളയായിട്ട് ഇപ്പൊ ജാതിയുണ്ട്. ജാതി മൊത്തം ജാതിയാണ്. കാരണം ഈ കൊടി പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ജാതി കയറണം. പയ്യാനി നമുക്ക് നിപ്പുണ്ടെങ്കിൽ അത്തേലോട്ട് നമ്മൾ ഇനി ഇത് കൂട്ടിടും, പന്നിയൂർ ഇട്ടു കൊടുക്കും. മനസ്സിലായി? അപ്പൊ മരത്തെ പന്നിയൂർ നന്നായിട്ട് കയറും. കരിമുണ്ടയുടെ ഇനി കരിമുണ്ട പിടിക്കാല്ല. അപ്പൊ അടുത്ത് നമ്മൾ പന്നിയൂർ കൊടുക്കും. പന്നിയൂർ ഈ മരത്തിൽ ഭംഗിയായിട്ട് പോകും. അപ്പൊ അടുത്ത ഒരു പ്ലാന്റിലുള്ള സാധ്യത ഈ പയ്യാനിയെ നമുക്ക് കിട്ടും. ഈ കൃഷിയിടത്തിൽ ഇപ്പൊ അങ്ങ് ഇടവിളയായിട്ട് ഇപ്പൊ ജാതി നട്ടിട്ടുണ്ടല്ലോ, എത്ര നാളായി ജാതി? ഇത് 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. എത്ര അകലത്തിലാണ് ജാതി നടേണ്ടത്? ജാതി 30 അടി to 35 അടി അകലത്തിൽ വേണം. 30 അടി അകലത്തിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അങ്ങയുടെ കുരുമുളക് കൃഷിയിടത്തിൽ ഇങ്ങനെ ജലസേചനം കുരുമുളകിന് കൊടുക്കുന്നുണ്ടോ? ജലസേചനം കുരുമുളകിനില്ല. പിന്നെ ഇത് നമ്മൾ ജാതിക്ക് വേണ്ടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അത് ശരി. അപ്പൊ ജാതി നന്നായിട്ട് പരിപാലിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ജാതിക്ക് ജലസേചനം കൊടുത്തേ പറ്റൂ. ജാതിക്ക് ജലസേചനം നന്നായിട്ട് കൊടുത്താൽ അത് നല്ല വളർച്ച കാണിക്കും. അപ്പൊ അത് എത്ര ഇടവേളകളിലേക്ക് കൊടുക്കണം? ഇത് ഞാൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നനയ്ക്കുന്നുണ്ട്. നന്നായി അതിന്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇലക്കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാവും. മാത്രമല്ല വലിയ ചൂടേൽക്കാതിരിക്കാൻ എല്ലാം നെറ്റ് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്ലാവിന്റെ പയ്യാനിലെ ഷെയ്ഡുണ്ട്. അങ്ങയുടെ കുരുമുളക് കൃഷിയിടത്തിൽ ഇങ്ങനെ ജലസേചനം കുരുമുളകിന് കൊടുക്കുന്നുണ്ടോ? ജലസേചനം കുരുമുളകിനില്ല. പിന്നെ ഇത് നമ്മൾ ജാതിക്ക് വേണ്ടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അത് ശരി. അപ്പൊ ജാതി നന്നായിട്ട് പരിപാലിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ജാതിക്ക് ജലസേചനം കൊടുത്തേ പറ്റൂ. ജാതിക്ക് ജലസേചനം നന്നായിട്ട് കൊടുത്താൽ അത് നല്ല വളർച്ച കാണിക്കും. അപ്പൊ അത് എത്ര ഇടവേളകളിലേക്ക് കൊടുക്കണം? ഇത് ഞാൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നനയ്ക്കുന്നുണ്ട്. നന്നായി അതിന്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇലക്കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാവും. മാത്രമല്ല വലിയ ചൂടേൽക്കാതിരിക്കാൻ എല്ലാം നെറ്റ് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്ലാവിന്റെ പയ്യാനിലെ ഷെയ്ഡുണ്ട്. എല്ലാ കൊടി ഇതിനകത്ത് ഇപ്പം ഞാൻ 1500 കൊടിയാണ് ചെയ്തിരിക്കുന്നത്. ഈ പയ്യാനിയിലും പ്ലാവേലുമായിട്ട് അതെല്ലാം പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ ചൂട് കണ്ടു, ഒരൊറ്റെണ്ണം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി. 2ാം വർഷമാണ് ഇതെല്ലാം. ഇതൊക്കെ ആദ്യ വർഷം 1ാം വർഷമായിട്ട് അതൊക്കെയാണ് 2ാം വർഷമാണ്. ഇത് മസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിൽ വെയിലടിക്കുകയില്ല. അടുത്ത പുതുമഴയോടുകൂടി ഇത് നന്നായി കയറി വരും.